ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. ഇന്ന് കുക്കിംഗ് അല്ല കേട്ടോ. ഇന്ന് ഇത് കണ്ടോ നിങ്ങള് എന്തൊക്കെ സാധനങ്ങളായിരിക്കുന്നതെന്നറിയോ? ഓണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഗണപതി പൂജ ഉണ്ടെന്ന്. അപ്പൊ ഗണപതി പൂജയ്ക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് വിളക്കുകളുണ്ട്. പിന്നെ ഓണത്തിന് പൂക്കളം ഇടുമ്പം നടുക്ക് വെക്കുന്ന കുറച്ച് വിളക്കുകളുണ്ട്. അപ്പൊ ഏതാണെന്നൊന്നും ഡിസൈഡ് ചെയ്തില്ല. അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു എല്ലാ വിളക്കുകളും ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെക്കണം. എല്ലാ വർഷവും ചെയ്യുന്ന കേട്ടോ. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഡള്ളാവും. അപ്പൊ ഇത് നമ്മൾ സാധാരണ ഭയങ്കര പാടാ. ചിലർ പുളിയൊക്കെ യൂസ് ചെയ്താ ചെയ്യുന്നത്. പുളി പിന്നെ പല ടെക്നീക്ക് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. പ്രാസോ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. പക്ഷെ ഇതൊന്നും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് അധികം മെനക്കെടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിധിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കിട്ടിയത് എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. പക്ഷെ പലർക്കും ഇത് അറിഞ്ഞുകൂടാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനിത് ഭയങ്കര ഈസിയാണ്. നമ്മള് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആ സാധനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിളക്കുകളൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് തിളങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിളക്കുകളോ എന്ത് ബ്രാസിന്റെ സാധനം ഉണ്ടെങ്കിലും ഇതേപോലെ മിനുക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ടാലോ? അപ്പൊ നമുക്ക് ഇതിന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനത്തിന് ഞാൻ എടുക്കുന്ന 1 കപ്പ് മൈദ ആദ്യം എടുത്ത് നോക്കാം. 1 കപ്പ് മൈദ എടുക്കുവാണേ. പിന്നെ വേണ്ടത് നമുക്ക് കല്ലുപ്പാണ് വേണ്ടത്. കല്ലുപ്പ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, തീർന്നു പോയായിരുന്നു. അപ്പൊ ഞാൻ ഉപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു 3 ടീസ്പൂൺ നിറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ അല്ല, ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാൻ വേണ്ടി. പിന്നെ ഇത് കുഴയ്ക്കാൻ പാകത്തിനുള്ള വിനീഗർ. ഓക്കെ, വിനീഗർ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ കുഴയ്ക്കാൻ പറ്റണം. ഞാൻ ഇത്രയും വിളക്കുള്ള കേട്ടോ ഇത്രയും മൈദ എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോ ഒരു വിളക്കൊക്കെ ആണെങ്കിൽ കുറച്ചെടുത്താൽ മതി, അതനുസരിച്ചെടുത്താൽ മതി. നമ്മളിത് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് ഇത് ഞാൻ നല്ല ഒരു തേക്കാൻ പറ്റുന്ന പേസ്റ്റ് പോലെ നമുക്ക് തേച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാണ്. ചൂട് വിനീഗർ ആവാം. ഇത് കണ്ടോ, ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമുക്കിത് തേച്ച് വെക്കാൻ പറ്റും, നല്ല പാകത്തിന് കിട്ടും. ഒലിച്ചു പോകാനും പാടില്ല തേച്ച് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ പിടിച്ചിരിക്കുകയും വേണം. അപ്പൊ ഇങ്ങനെ നമ്മൾ തേച്ചിട്ട് ഇത് നമ്മളിനി എന്താ ചെയ്യുന്നത് നോക്കിക്കോളും. ഇനി നമ്മൾ ഈ വിളക്കുകളിലൊക്കെ ഇത് നമ്മൾ നല്ല പോലെ പെരട്ടി വെക്കണം കേട്ടോ. ഒരു 1/2-3 മണിക്കൂർ അങ്ങനെ പെരണ്ടിരുന്നാൽ മതി. പെരണ്ടിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു വാഷ് ചെയ്യുന്ന സ്ക്രബ് ഉണ്ടല്ലോ, നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്, ഒരു പുതിയ ഒരെണ്ണം എടുക്കുക.
എന്നിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഉരച്ച് നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന പോലെ തന്നെ ഒന്ന് ഉരച്ചിട്ട് കഴുകി വിട്ടാൽ നല്ല ക്ലീൻ ആവും. അപ്പൊ ഞാൻ ഇതൊന്ന് പെരട്ടെ കേട്ടോ ആദ്യം. എല്ലാവരും ഇതുപോലെ കവർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഫുൾ കവർ ചെയ്തിട്ട് കാണാം കേട്ടോ. ഇനി കണ്ടോ തേച്ച് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി ചെലവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാ കിലോ അല്ല കേട്ടോ, കപ്പും കൂടി മൈദ എടുക്കേണ്ടി വന്നു. ഈ 2 കിണ്ടികൾക്ക് തികഞ്ഞില്ല. ബാക്കി വിളക്കിനൊക്കെ ഇത്രയും വിളക്ക് 1 കപ്പ് മൈദ വെച്ചിട്ടാട്ടോ ചെയ്തത്. കണ്ടോ അടിപൊളി. ഇന്ന് റിസൾട്ട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങളത് കണ്ടു നോക്കുക. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ എല്ലാം ഇപ്പൊ തേച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞ് കാണാം. ഇപ്പൊ വിളക്കെല്ലാം നല്ല ഭംഗിയായില്ലേ. ജസ്റ്റ് പാത്രം തേക്കുന്ന പോലെ ഒന്ന് തേച്ചെടുത്തതേ ഉള്ളൂ. കണ്ടോ എന്ത് മിനുക്കാന്ന് നോക്കിക്കേ. എനിക്ക് അധികം സമയം പോലും എടുത്തില്ല ഇത്രയും പാത്രം വെളുപ്പിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. Bye bye.